അപ്പൊ നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറെ കുറിച്ചാണ്. ഗസ്റ്റ് റിലേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് അതർ ഡിഫറെന്റ് നെയിംസിലാണ് പറയുന്നത്. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്നും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നുമാണ് അദ്ദേഹത്തെ പറയുന്നത്. രണ്ട് ഡിഫറെന്റ് നെയിംസിലാണ് അദ്ദേഹത്തെ പറയുന്നത്. ഗസ്റ്റ് റിലേഷൻ കോർഡിനേറ്റർ എന്നും ഗസ്റ്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് എന്നും പറയുന്നത്. അദ്ദേഹം ചെയ്യുന്നത് എന്ത് സർവീസ് ആണ്? കസ്റ്റമർ സർവീസ് ആണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ വരുന്ന പേഷ്യൻസിന് അല്ലെ, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് എന്തെങ്കിലും സർവീസുകൾ അല്ലെ, കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? കസ്റ്റമർ റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ് നമ്മൾ പറഞ്ഞത്? ജോബ് റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഒന്നുകൂടി മിസ് പറയാം. എന്താണ് ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്? എന്താണ്? അസിസ്റ്റന്റ് ചെയ്യുക അല്ലെ, പേഷ്യൻസിനെയും അവരുടെ ഫാമിലീസിനെയും എന്തെങ്കിലും സംശയങ്ങൾ, അവർക്ക് കൊടുക്കുന്ന സർവീസിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലോ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആൻസർ കൊടുക്കണം അല്ലെ, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ പറഞ്ഞു കൊടുക്കണം. അതുപോലെ ഹോസ്പിറ്റൽസിന്റെ പോളിസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള സർവീസുകള് പേഷ്യൻസിന് അവരുടെ ഫാമിലീസിനും ചെയ്തു കൊടുക്കുന്നതാണ് ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞത് ഓക്കെ ആണോ? ഫസ്റ്റ് ഡ്യൂട്ടി ഓക്കെ. ഇനി എന്താണ് സെക്കൻഡ് ഡ്യൂട്ടി? എന്താണ്? അറ്റൻഡ് എൻക്വയറീസ് റിക്വസ്റ്റഡ് ബൈ ദ ഗസ്റ്റ്, customers or foreign patients regarding facilities provided and everything else. എന്താണ് അവിടെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് എന്താണ് ഡിഫറെന്റ് പേഷ്യൻസ് ആയിരിക്കും വരുന്നത് അല്ലെ. ഫോറിൻ പേഷ്യൻസ് വരാം, അതുപോലെ VIP വരാം. അങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ് പറഞ്ഞത്? സെക്കൻഡ് ഡ്യൂട്ടി എന്താണ് പറഞ്ഞത്? ഫോറിൻ പേഷ്യൻസ് ഒക്കെ ഹോസ്പിറ്റലിലോട്ട് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ഫോറിൻ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് സർവീസുകൾ ചെയ്ത് കൊടുക്കുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. അതാണ് സെക്കൻഡ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി എന്താണ് തേർഡ് റെസ്പോൺസിബിലിറ്റി നോക്കാം. Check if adequate welcome facilities are available for everyone whose arrival is on the list. എന്താണ് ഓരോ VIPs അതുപോലെയുള്ള സെലിബ്രിറ്റീസ് വരാം അല്ലെ ഹോസ്പിറ്റലിലോട്ട്. അങ്ങനെയുള്ള ഡിഫറെന്റ് പേഷ്യൻസും ഹോസ്പിറ്റലിലോട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവര് വരുമ്പോ സെലിബ്രിറ്റീസ് അതുപോലെ VIPs ഒക്കെ വരുമ്പോ ആദ്യം ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അവരെ ലിസ്റ്റ് വൈസ് നോക്കിയിട്ട് ആ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. എന്താണ് പറഞ്ഞത്? VIPs വരാം, അതുപോലെ സെലിബ്രിറ്റീസ് ഒക്കെ ഹോസ്പിറ്റലിലോട്ട് വരാം. അപ്പൊ അവര് ആദ്യം ആരാണോ പറഞ്ഞിരിക്കുന്നത്, ആദ്യം അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത് ആരാണോ, ഏത് സെലിബ്രിറ്റി ആണോ അല്ലെങ്കിൽ ഏത് VIP ആണോ എന്നുള്ള കാര്യങ്ങൾ ആ ലിസ്റ്റ് വൈസ് നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലുള്ള അറേഞ്ച്മെന്റ്സുകൾ ചെയ്ത് കൊടുക്കേണ്ടതും ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ ആണോ? തേർഡ് പോയിന്റ് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടാ? മൂന്ന് പോയിന്റ് ഓക്കെ. ഇനി എന്താണ് ഫോർത്ത് പോയിന്റ് നോക്കാം. അറ്റൻഡ് ടു VIPs. VIPs എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നാണ് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ വിത്ത് മോർ അറ്റൻഷൻ അല്ലെ. മിസ് പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലിലോട്ട് VIPs സാധാരണക്കാര് മാത്രമല്ല VIPs സെലിബ്രിറ്റീസ് ഒക്കെ ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട്. അപ്പോ അവര് വരുമ്പോ എന്താണ് ഇപ്പോ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ അല്ലെങ്കിൽ VIP എന്ന് പറയുന്നത് എന്തായിരിക്കാം? സാധാരണ ഭയങ്കര തിരക്കുള്ള ആൾക്കാരായിരിക്കാം അല്ലെ. അപ്പോൾ ഡോക്ടർമാര് വരുന്ന ടൈം ഇപ്പൊ 10 മണിയാണ്. 10 മണിയാണെങ്കിൽ ഡോക്ടർ അവിടെ കൺസൾട്ടേഷൻ റൂമിൽ വരുന്നത് 10 മണിയാണെങ്കിൽ 10:15 എത്തിയാൽ മതി. സാറിന് പെട്ടെന്ന് കണ്ട് ഡോക്ടറെ കണ്ട് കൺസൾട്ടേഷൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് എന്ത് ചെയ്യാം? എന്താണ് VIPs കൊടുക്കുന്നുണ്ട്. അതും എന്താണ്
ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. VIPs ഒക്കെ വരുമ്പോ അവർക്ക് വേണ്ട കാര്യങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്ത് എപ്പോ വരണം, എപ്പോ പോണം, ഇന്ന ടൈമിൽ വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നതും ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ അത്? VIPsന്റെ കാര്യം ഓക്കെ ആണോ? എന്താണ് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മെയിൻറ്റെയിനിങ് എ പൊളൈറ്റ് ആൻഡ് ഹംബിൾ പേഴ്സണാലിറ്റി വൈൽ അറ്റൻഡിങ് ടു ദ ഗസ്റ്റ്സ്. എന്താണ് പൊളൈറ്റ് ആൻഡ് ഹംബിൾ എന്ന് പറഞ്ഞാല്? പൊളൈറ്റ് മീൻസ് എന്തായിരിക്കാം? എന്താ മീൻസ് ചെയ്യണേ? പൊളൈറ്റ് എന്തായിരിക്കാം? മലയാളം മീനിങ് എന്തായിരിക്കാം പൊളൈറ്റിന്റെ? അതെ. പിന്നെ എന്താ ഹംബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? മര്യാദ. ഓക്കെ. ഹംബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? വിനയം, എളിമ എന്നൊക്കെ പറയില്ലേ, അതാണ് ഹംബിൾ. അപ്പൊ അവിടെ വരുന്ന അല്ലെ ഹോസ്പിറ്റലിൽ വരുന്ന ഗസ്റ്റുകളോട് പൊളൈറ്റ് ആയിട്ടും ഹംബിൾ ആയിട്ടും പെരുമാറണം എന്നാണ് പറയുന്നത്. പൊളൈറ്റ് ആയിട്ടും ഹംബിൾ ആയിട്ടും എളിമയോട് കൂടി വേണം പെരുമാറാനായിട്ട്. ഇനി എന്താണ്? Provide a detailed description of all the information that can be potentially asked for along with the documents needed. ഇപ്പോ അവിടെ വരുന്ന പേഷ്യന്റുകള് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങള് ചോദിക്കും. അങ്ങനെയുള്ള കാര്യത്തിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞാല് ഇദ്ദേഹമാണ് ആ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ആരാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ്. ഒന്നുകൂടെയും പറയാം. അവിടെ വരുന്ന പേഷ്യൻസിന് അവിടെ കൊടുക്കുന്ന സർവീസിലോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റിലൊക്കെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞാല് ഇദ്ദേഹമാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അതും എന്താണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കാം. Take care of each and everything the guest might need and for to avoid a last minute rush. എന്താണ്? ഇപ്പോ അലോപ്പതിക് ട്രീറ്റ്മെന്റിന് ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഇപ്പൊ വരുമെന്ന് അറിയാലേ, അയാൾ എന്താണ് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അലോപ്പതിക് ട്രീറ്റ്മെന്റിന് ഇന്ന ദിവസം വരും, ഇന്ന ടൈം വരും എന്നുള്ള കാര്യം ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ അറിയുമ്പോൾ എന്താണ്? നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങള് പെട്ടെന്ന് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കണം അല്ലെ. നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഗസ്റ്റ് റിലേഷൻ ഓഫീസറുടെ കടമയാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്താണ്? റഷ് ആവും അല്ലെ, ഭയങ്കര തിരക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആ പേഷ്യന്റിന് ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ ആ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ഗസ്റ്റ് റിലേഷൻ ഓഫീസർക്കും ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? ഇപ്പോ നല്ല രീതിയിൽ ആദ്യം മുതൽ അവസാനം വരെ ആ പേഷ്യന്റിന് എല്ലാ കാര്യങ്ങളും സാവധാനത്തിൽ ചെയ്തു കൊടുക്കണം. അപ്പോ ആ തിരക്ക് മാറ്റാനായിട്ട് പഠിച്ചിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, നിങ്ങൾക്ക് എന്താണ് 10:30 ഇവിടെ ക്ലാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ 9 മണിക്ക് എണീറ്റ് അടുക്കളയിൽ എല്ലാ ജോലികളും അതുപോലെ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി വരുമ്പോ 10:30 നിങ്ങൾക്ക് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? കാലത്ത് തന്നെ എണീറ്റ് എല്ലാ ജോലികളും ചെയ്ത് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എന്താണ് 10:30 ക്ലാസ്സിൽ കയറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അല്ലെ. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അത് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി പറയണോ? ക്ലിയർ ആയോ പോയിന്റ്? ഓക്കെ. ഇനി എന്താണ്? Set the amenities for their quality and proper provision to live on a ground for complaints. എന്താണ്? അവര് കൊടുക്കുന്ന സർവീസിന് അല്ലെ, എന്തെങ്കിലും സർവീസ് നിലവാരമില്ലാത്തതാണെങ്കിൽ അല്ലെ, ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത സർവീസ് ആണ് അവർ കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം?
അപ്പോൾ തന്നെ ആ സർവീസ് എന്ത് ചെയ്യാ പരിഹരിച്ചു പോകണം. എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേഷ്യൻസിന് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് പേഷ്യൻസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് പരിഹരിച്ചു പോകാനുള്ള കടമയും ആരുടെ ഡ്യൂട്ടിയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ ഡ്യൂട്ടിയാണ് എന്നാണ് പറയുന്നത്. ഇനി എന്താണ്? എൻഷുർ മെയിൻ്റെനൻസ് ഓഫ് പ്രോപ്പർ ഇൻഫർമേഷൻ ഇൻ ഡാറ്റാബേസ്. അല്ലെ, നമ്മൾ എന്താണ് പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ കയറ്റണമെന്ന് പറയുന്നത് അല്ലെ. പേഷ്യന്റിന്റെ നെയിം, അതുപോലെ എന്താണ് അഡ്രസ്, പിന്നെന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? കമ്പ്യൂട്ടറിൽ കയറ്റി വെക്കാറുണ്ട്. അപ്പൊ അതാണ് ഡാറ്റാബേസിൽ എന്ന് പറഞ്ഞത് കേട്ടോ. ഡാറ്റാബേസിൽ കയറ്റുന്നത് ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിൽ കയറ്റണം. അപ്പൊ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? ഇൻഫർമേഷൻസ് ഡാറ്റാബേസിൽ കയറ്റാനുള്ള ഡ്യൂട്ടി ആരുടെ കടമയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ കടമയാണ്. വർക്ക് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ ആൻഡ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഹിം whenever needed. എന്താണ്? ആരുമായിട്ടാണ് ക്ലോസ് കോണ്ടാക്ട് വേണ്ടത്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറും ആരുമായിട്ടായിരിക്കണം ക്ലോസ് കോണ്ടാക്ട് വേണ്ടത്? ആരായിട്ടായിരിക്കണം? അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വർക്കിംഗ് ഇൻ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാനേജർ. ഹോസ്പിറ്റലിലെ മാനേജറുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, ജോലി കറക്റ്റ് ആണ് കേട്ടോ. അപ്പോ ക്ലോസ് കോണ്ടാക്ട് വേണ്ടത് ഹോസ്പിറ്റലിലെ മാനേജറും ഗസ്റ്റ് റിലേഷൻ ഓഫീസറുമായിട്ട് ഒരു ക്ലോസ് കോണ്ടാക്ട് വേണം എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പോയിട്ട് നോക്കാം. Have through knowledge of hospital, medical and non-medical departments and its functioning. എന്താണ്? ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഇദ്ദേഹത്തിന് നോളജ് ഉണ്ടായിരിക്കണം. മെഡിക്കൽ എന്തായിരിക്കാം? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഏതായിരിക്കാം? നമുക്കറിയാം അല്ലെ, ഓരോ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഹോസ്പിറ്റലിലെ ഏതൊക്കെയായിരിക്കാം? എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ICU അങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എന്താണ്? നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയായിരിക്കാം? നോൺ മെഡിക്കൽ അല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ ഇൻഷുറൻസ്, ലാബ് അല്ലെ, പിന്നെന്താണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്, അങ്ങനെ ഹൗസ് കീപ്പിംഗ് ഏരിയാസ്, അങ്ങനെയുള്ള ഏരിയാസിനെ കുറിച്ചും ഇദ്ദേഹത്തിന് എന്തുണ്ടായിരിക്കണം? നോളജ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ ഈ പോയിന്റ്? ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. ക്ലിയർ ആയോ? വായിച്ചു നോക്കിയേ. ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയണേ കേട്ടോ. നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ICU ആണ്. ചാപ്റ്റർ 11. ഓക്കെ ആണോ? നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കട്ടെ മിസ്? ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ. Third point. Second point. Second point എന്താണ്? ഇപ്പോ ഫോറിൻ പേഷ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, സാധാരണ ജനങ്ങള് അതുപോലെ VIPs, ഫോറിൻ പേഷ്യൻസ് ഒക്കെ ഹോസ്പിറ്റലിലോട്ട് വരും അല്ലെ. അപ്പൊ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ആൻഡ് സർവീസസുകൾ ചെയ്തു കൊടുക്കുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ കടമയാണ്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? സെവൻത് പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലായില്ല? ഫസ്റ്റ് എന്താണ്? പേഷ്യന്റിന്റെയും അതുപോലെ തന്നെ അവരുടെ ഫാമിലീസിന്റെയും എന്താണ് അസിസ്റ്റ് ചെയ്യണം അല്ലെ, സഹായിക്കണം. ഇങ്ങനെ അവരിപ്പോ ചിലപ്പോ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ട്രീറ്റ്മെന്റ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മരുന്ന് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അതിന് ആൻസർ ചെയ്യണം. അതുപോലെ എന്താണ്? ഹോസ്പിറ്റലിലെ പോളിസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയുള്ള സർവീസുകൾ അല്ലെ, കസ്റ്റമർ സർവീസ് ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ
ഡ്യൂട്ടി ആണെന്നാണ് പറയുന്നത്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പിന്നെ എന്താണ്, ഏത് പോയിന്റ് ആണ്? തേർഡ് പോയിന്റ് അല്ലെ. തേർഡ് പോയിന്റിൽ മിസ് പറഞ്ഞ പോലെ ഇപ്പൊ VIPs വരാം, അതുപോലെ സെലിബ്രിറ്റീസ്, അങ്ങനെയുള്ള പേഷ്യൻസുകളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് വരാം. ഇങ്ങനെ വരുമ്പോ എന്താണ്, ലിസ്റ്റ് നോക്കണം ആദ്യം. ആരാണ്, VIP ആണോ അല്ലെങ്കിൽ ഏത് സെലിബ്രിറ്റി ആണ് ആദ്യം അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കിയിട്ട് ഫസ്റ്റ് അറേഞ്ച്മെന്റ് ചെയ്ത് അവരുടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നത് ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ കടമയാണ്. ക്ലിയർ ആയോ? അത് ആദ്യം ലിസ്റ്റ് വൈസ് നോക്കിയിട്ട് അറേഞ്ച്. ലാസ്റ്റ് തേർഡ് പോയിന്റ് ആണോ? ഇതാണോ എൻഷുർ മെയിൻ്റെനൻസ് ആണോ? അതെന്താണ്? ഡാറ്റാബേസിൽ പേഷ്യന്റിന്റെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കയറ്റണമെന്ന് പറഞ്ഞില്ലേ? ആദ്യം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഔട്ട് പേഷ്യന്റ് ഇൻപേഷ്യന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ഇൻപേഷ്യന്റ് എടുത്തോ നിങ്ങൾക്ക്? ചാപ്റ്റർ എടുത്തിട്ടുണ്ടോ? അതിനകത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ചാപ്റ്ററിലൊക്കെ പറയുന്നുണ്ട് എന്താണ്, പേഷ്യന്റിന്റെ വിവരങ്ങൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ കയറ്റണം അല്ലെ. ഓരോ പേഷ്യന്റിന്റെയും നെയിം, അഡ്രസ്, സെക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഡാറ്റാബേസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ കയറ്റണം. അപ്പോ ആ വിവരങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൽ കയറ്റുന്നതും ആരുടെ കടമയാണ്? ഗസ്റ്റ് റിലേഷൻ ഓഫീസറിന്റെ കടമയാണ്. ഇനി ഡൗട്ട് ഉണ്ടോ ഈ പോയിന്റില്? ക്ലിയർ ആണോ? ഇത്രയും പോയിന്റ്സ് ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കാം കേട്ടോ. ICU. ICU എമ്യൂണിറ്റി എന്ന് പറഞ്ഞാല് സൗകര്യങ്ങൾ കേട്ടോ, സൗകര്യങ്ങൾ. നോക്കാം, ഇന്റൻസീവ് യൂണിറ്റ്, ചാപ്റ്റർ 11, ഇന്റൻസീവ് കെയർ യൂണിറ്റ്, ICU. ICU എല്ലാവരും കണ്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ ICU? കേറിയിട്ടുണ്ടോ ICUല് ആരെങ്കിലും? എന്താ? ഇല്ല. ഫസ്റ്റ് നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. A unit in a hospital that provides intensive care for critically ill or injured patient, which is operated by a specially trained medical staff and has equipment that allows for continuous monitoring and life support. എന്താണ് ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാല്? തീവ്രമായിട്ടുള്ള പരിചരണം അല്ലെ, പേഷ്യൻസിന് ഇല്ലായിട്ടുള്ളതും ഇൻസ്വേർഡ് ആയിട്ടുള്ളതും രോഗബാധിതരും അതുപോലെ എന്താണ് മുറിവേറ്റ പേഷ്യൻസ് അല്ലെ, തീവ്രമായിട്ട് പരിചരണം കൊടുക്കേണ്ടി വരുന്ന മുറിവേറ്റ പേഷ്യൻസുകൾ, ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിനെയാണ് നമ്മള് തീവ്രമായിട്ട് പരിചരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് ഇന്റൻസീവ് കെയർ കൊടുക്കുന്ന ഹോസ്പിറ്റലിന്റെ ഒരു യൂണിറ്റ് ആണ് ICU എന്ന് പറഞ്ഞാല്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ക്ലിയർ ആയോ? രോഗബാധിതരോ അല്ലെങ്കിൽ മുറിവേറ്റ പേഷ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് എന്താണ്, തീവ്ര പരിചരണം കൊടുക്കുന്ന, ഇന്റൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീവ്രമായിട്ടുള്ള പരിചരണം, ഇന്റൻസീവ് കെയർ. ക്ലിയർ ആയോ? അപ്പോ തീവ്ര പരിചരണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഒരു യൂണിറ്റിനെയാണ് ICU എന്ന് പറയുന്നത്. അവിടെ ആരൊക്കെ ഉണ്ടാവും ICUല്? ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, ട്രെയിൻഡ് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അതുപോലെ എന്താണ്, രോഗികൾക്ക് ലൈഫ് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും എവിടെ ഉണ്ടാവും? ICUല് ഉണ്ടാകും. ക്ലിയർ ആയോ ആ പോയിന്റ്? എന്താണ്, ഇല്ലായിട്ടുള്ള അല്ലെ, രോഗബാധിതരോ അല്ലെങ്കിൽ തീവ്രമായിട്ട് മുറിവേറ്റ ആൾക്കാരൊക്കെ പേഷ്യൻസുകളായിട്ട് വരികയാണെങ്കിൽ അവരെ എന്താണ്, തീവ്ര പരിചരണത്തിന് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ്, ഹോസ്പിറ്റലിന്റെ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ICU എന്ന് പറയുന്നത്. ICUയിൽ ആരൊക്കെയാണ് ഉണ്ടാവുന്നത്? ട്രെയിൻഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും.
അതുപോലെ പേഷ്യൻസിന് ലൈഫ് സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും ICUല് ഉണ്ടാകും. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? Patients may be referred either directly from an emergency department or from a ward if their condition rapidly or immediately after surgery if the surgery is very intense, invasive, and the patient is at high risk of complications. എന്താണ് invasive എന്ന് പറഞ്ഞാൽ? Invasive means എന്താണ്? Invasive അറിയോ? തീവ്രമായ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള മുറിവുകൾ അല്ലെ ഇൻവേസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മുറിവ്, വലിയ രീതിയിലുള്ള എന്തെങ്കിലും പേഷ്യന്റിന് നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ വാർഡിൽ നിന്നോ എന്തെങ്കിലും കണ്ടീഷൻ, അവരുടെ കണ്ടീഷൻ മോശമാവേണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് സർജറി ഒക്കെ വലിയ രീതിയിലുള്ള സർജറി ഒക്കെ കഴിയുമ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിനെ എവിടേക്കാണ് കൊണ്ടുവരുന്നത്? ICUവിലേക്കാണ് കൊണ്ടുവരുന്നത്. എന്താണ് സെക്കൻഡ് സെന്റൻസിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കാഷ്വാലിറ്റി. എമർജൻസി ഡിപ്പാർട്ട്മെന്റിനെ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കാഷ്വാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ വാർഡിൽ നിന്നോ അവരുടെ ഹെൽത്തിന് എന്തെങ്കിലും കണ്ടീഷൻ മോശമാവേണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് സർജറി കഴിഞ്ഞ വലിയ രീതിയിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെയും എവിടേക്ക് കൊണ്ടുവരാറുണ്ട്? ICUവിലോട്ട് കൊണ്ടുവരാറുണ്ട്. ഇപ്പോ നേരിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഗുരുതരാവസ്ഥയിൽ കൊണ്ടുവന്നിരിക്കുന്ന പേഷ്യൻസിനെ നേരിട്ട് ICUവിലോട്ട് കൊണ്ടുവരില്ല. അവരെന്ത് ചെയ്യും? കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നിട്ട് അവരുടെ എന്താണ് കണ്ടീഷൻ ഒന്ന് സ്റ്റേബിൾ ആക്കിയിട്ട് അല്ലെ, അവർക്ക് ഫസ്റ്റ് എയ്ഡുകളോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോ ആക്സിഡന്റ് കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസുകളൊക്കെ ആണെങ്കിൽ എന്താണ് ആദ്യം ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുത്ത് അവരുടെ കണ്ടീഷൻ സ്റ്റേബിൾ ആക്കിയിട്ട് മാത്രമേ ICUവിലോട്ടൊക്കെ കൊണ്ടുവരുന്നുള്ളൂ കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ് ഓക്കെ ആണോ? ഇൻട്രൊഡക്ഷൻ ഓക്കെ. ഇനി എന്താണ്? ഹു ആർ കെയർഡ് ഫോർ ഇൻ ദ ICU? ആരെയാണ് നമ്മൾ ICUവിൽ കെയർ ചെയ്യുന്നത്? Patients may have a planned admission after surgery, an unexpected admission after the accident, or be admitted due to sudden and critical worsening of their health. Okay. ഇനി അത് എന്താണ്? ആ പോയിന്റിൽ എന്താണ് പറയുന്നത്? പേഷ്യൻസിനെ ICUവിൽ എങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് കെയർ ചെയ്യുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞു സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ അല്ലെ, ഇൻവേസീവ് ആയിട്ട് നല്ല രീതിയിൽ വലിയ രീതിയിൽ സർജറി കഴിഞ്ഞ പേഷ്യൻസിനെ എവിടേക്ക് കൊണ്ടുവരാറുണ്ട്? ICUവിൽ കെയർ ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ്? അൺഎക്സ്പെക്ടഡ് അഡ്മിഷൻ ആഫ്റ്റർ ദ ആക്സിഡന്റ്. അപ്രതീക്ഷിതമായിട്ട് ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ, ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരാൾക്ക് ആക്സിഡന്റ് സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനെയും ICUവിലോട്ട് കൊണ്ടുവരാറുണ്ട്. പിന്നെന്താണ്? സഡൻ ആയിട്ട് എന്താണ് വില കുഴഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ബുദ്ധിമുട്ട് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഹെൽത്തിങ് കണ്ടീഷൻ, അവിടെ ഹെൽത്തിങ് കണ്ടീഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ആൾക്കാരെയും എവിടെ പരിചരിക്കാറുണ്ട്? ICUവില് പരിചരിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? സർജറി അല്ലെ, വളരെ നല്ല രീതിയിലുള്ള സർജറി നടത്തുകയാണെങ്കിൽ ആ പേഷ്യന്റിനെ ICUവിലോട്ട് കൊണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ആക്സിഡന്റ്, അപ്രതീക്ഷിതമായിട്ട് ആക്സിഡന്റ് സംഭവിക്കുന്ന ഒരു വ്യക്തിനെയും ICUവിലോട്ട് കൊണ്ടുവരാറുണ്ട്. അതുപോലെ സഡൻ ആയിട്ട് ഹെൽത്തിങ് കണ്ടീഷൻ അല്ലെ, വളരെ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അയാളെ ICUവിലോട്ട് കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ട്. ക്ലിയർ ആയോ? അത് ഓക്കെ ആണോ? പോയിന്റ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സം ഹോസ്പിറ്റൽ ICUs specialized in providing care for particular health condition or injuries that include എന്താണ്? സം ഹോസ്പിറ്റൽ അല്ലെ, ചില ഹോസ്പിറ്റലുകള് എന്താണ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഹെൽത്തിങ് കണ്ടീഷൻ
എന്താണ് എന്തെങ്കിലും അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഉള്ള മുറിവുകളുള്ള വ്യക്തിനെയോ അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻ മോശമായ ആൾക്കാരെയോ സ്പെഷ്യലൈസ് ചെയ്യുന്ന ICUസും ഉണ്ട് എന്നാണ് പറയുന്നത്. ചില ഹോസ്പിറ്റലുകളില് ഹെൽത്തിങ് കണ്ടീഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുന്ന വ്യക്തികൾക്കോ അല്ലെങ്കിൽ മുറിവുകള് ഇഞ്ചുറീസ് ഉണ്ടാകുന്ന വ്യക്തികളെയും സ്പെഷ്യൽ കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ICUസ് ഉണ്ട്. ഇങ്ങനെയുള്ള രോഗികളെയാണ് നമ്മള് പരിചരിക്കുന്നതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. സിവിയർ ബേൺസ് എന്തായിരിക്കാം? സിവിയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സിവിയർ മീൻസ് എന്തായിരിക്കാം? തീവ്രമായ. ബേൺസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പൊള്ളലേറ്റവരല്ലേ? പൊള്ളലേറ്റവരെ കൊണ്ടുവരാറുണ്ട്. സിവിയർ ബേൺസ് എന്ന് പറഞ്ഞാല് പൊള്ളലേറ്റവർ. ഓക്കെ, ഗുരുതരമായ. കറക്റ്റ് ആണ്. അപ്പോ സിവിയർ ബേൺസ് എന്ന് പറഞ്ഞാല് പൊള്ളലേറ്റവര് അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പൊള്ളലേറ്റവരെ ICUവില് കെയർ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഇനി സെക്കൻഡ് വൺ എന്താണ്? റെസ്പിറേറ്ററി ഫെയിലിയർ. അതെന്തായിരിക്കാം? റെസ്പിറേറ്ററി ഫെയിലിയർ എന്തായിരിക്കാം അത്? ലെങ്സ് റിലേറ്റഡ് അല്ലെ? ശ്വസന പരാജയം വന്ന ആൾക്കാർ അല്ലെ? ലെങ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ശ്വസന പരാജയം വന്നിട്ടുള്ള ആളുകളെയും എവിടെ ചികിത്സിക്കാറുണ്ട്? ICUവില് ചികിത്സിക്കാറുണ്ട്. ശ്വസന പരാജയം. നെക്സ്റ്റ് എന്താണ്? കാർഡിയോ തൊറാസിക് സർജറി. കാർഡിയോ എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. കാർഡിയോ ഹാർട്ട്. അതുപോലെ തൊറാസിസ് എന്തായിരിക്കാം? തൊറാസിസ് ചെസ്റ്റുമായിട്ടല്ലേ? അപ്പോ എന്തെങ്കിലും ചെസ്റ്റിന് അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും സർജറി ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആൾക്കാരെയും നമ്മൾ എവിടെ ചികിത്സിക്കാറുണ്ട്? ICUവില് കിടത്തി ട്രീറ്റ്മെന്റ് നൽകാറുണ്ട്. കാർഡിയോ എന്ന് പറഞ്ഞാല് ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തൊറാസിസ് എന്താണ്? തൊറാസിസ് ചെസ്റ്റുമായിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്? കോംപ്ലക്സ് സ്പൈനൽ സർജറി. സ്പൈനൽ എന്തായിരിക്കാം? സ്പൈനൽ നട്ടെല്ലുമായിട്ടല്ലേ? സ്പൈനൽ എന്ന് പറഞ്ഞാല് നട്ടെല്ലുമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പൊ എന്താണ്? കോംപ്ലക്സ് സർജറി. ഇപ്പൊ നട്ടെല്ലിന് എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ട് സർജറി ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? മെച്ചർ കെയർ കൊടുക്കേണ്ടത് ഹോസ്പിറ്റലിന്റെ ഒരു കടമയാണ്. അപ്പോ അവരെ ട്രീറ്റ്മെന്റ് നടത്തുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് എവിടെയായിരിക്കാം? ICUവിലായിരിക്കാം. ഇനി എന്താണ്? മേജർ ട്രോമ. ഇതറിയാൻ പറ്റുമല്ലോ. ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഘാതം അല്ലെ? മേജർ ആയിട്ടുള്ള ആഘാതങ്ങള് അല്ലെ മുറിവുകളോ അല്ലെങ്കിൽ എന്താണ് ഹെഡ് ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ ആ പേഷ്യൻസിനെയും ICUവില് കെയർ ചെയ്യാറുണ്ട്. ഇനി ഓർഗൻ ട്രാൻസ്പ്ലാന്റ്സ് എന്തായിരിക്കാം? ഓർഗൻസ് എന്താ? അവയവങ്ങൾ മാറ്റിവെക്കുന്നത് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളും എന്താണ്? അങ്ങനെയൊക്കെ ചെയ്യുമ്പോ അങ്ങനെയുള്ള പേഷ്യൻസിനെയും ICUവില് കെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അവയവം മാറ്റിവെക്കുന്നത്. സെപ്സിസ് എന്തായിരിക്കാം? സെപ്സിസ് ഇൻഫെക്ഷൻ അല്ലെ? ഇപ്പൊ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പനി വന്നൊക്കെ മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പനി വന്ന് ഒരാള് മരിച്ചു, പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടോ? എന്താണ്? ന്യൂമോണിയ തന്നെ എടുക്കാം. ന്യൂമോണിയ ചെസ്റ്റില് നമുക്ക് ഇൻഫെക്ഷൻ ആയി അത് എന്ത് ചെയ്തു? അത് നമ്മുടെ ബ്ലഡിൽ കലർന്ന് പിന്നീട് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും ഇൻഫെക്ഷനായി മാറുന്ന ഒരു അവസ്ഥയാണ് സെപ്സിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻഫെക്ഷൻ തന്നെയാണ് കേട്ടോ. ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? ഇൻഫെക്ഷൻ ഹൈ ആയിരിക്കും. ഇപ്പൊ ചെസ്റ്റില് മീൻസ് പറഞ്ഞില്ലേ, ഇപ്പൊ ന്യൂമോണിയ വന്ന ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ആയി. ആ ഇൻഫെക്ഷൻ എന്ത് ചെയ്തു? ബ്ലഡിൽ കലർന്ന് പിന്നീട് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലെ മൊത്തം ആ ഇൻഫെക്ഷൻ പടർന്നു പിടിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? ആൾക്കാര് മരിക്കുന്ന അവസ്ഥ വരെ, മരിക്കാനുള്ള സാധ്യത വരെയും ഉണ്ടാകുന്നുണ്ട്. അതാണ് സെപ്സിസ് എന്ന് പറഞ്ഞാല് ഇൻഫെക്ഷൻ. ഇനി കാർഡിയാക് അറസ്റ്റ് അറിയാലോ. കാർഡിയാക് അറസ്റ്റ് ഫെമിലിയർ അല്ലേ? അറ്റാക്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എന്താണ്? സിവിയർ ബേൺസ്,
റെസ്പിറേറ്ററി ഫെയിലിയർ, അങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാരെയാണ് ഐസിയുവില് കിടത്തി ചികിത്സിക്കുന്നത്. ഓക്കെ ആയി? അത്രയും മനസ്സിലായില്ലേ? ആ പോർഷൻ മനസ്സിലായോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് പോർഷൻ എടുക്കട്ടെ മിസ്. ഇനി എന്താണ് കോമൺ ടൈപ്സ് ഓഫ് ഐസിയുസ് അല്ലെ? കോമൺ ടൈപ്സ് ഓഫ് ഐസിയുസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി കേട്ടോ. എക്സ്പാൻഡഡ് നെയിം ഉണ്ട്, പിന്നെ അതിന്റെ ചെറിയ രൂപങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കാം, അതെന്തായാലും പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. എന്തെങ്കിലും ഒന്ന് എക്സാമിന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഫസ്റ്റ് വൺ നോക്കാം. കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, CICU, കാർഡിയാക് അല്ലെ? കാർഡിയാക് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ? അങ്ങനെയുള്ള ഓപ്പൺ സർജറി ഒക്കെ നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഐസിയുവില് രോഗികളെ കിടത്തി ചികിത്സിക്കുന്നുണ്ട്. അതാണ് കാർഡിയാക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പേര് വായിച്ചു വിടണം കേട്ടോ. ഇനി എന്താണ് കാർഡിയോവാസ്കുലർ തൊറാസിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? കാർഡിയോ എന്ന് പറഞ്ഞാൽ അറിയാം, ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടത്. വാസ്കുലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? വാസ്കുലർ വെയിൻ അല്ലെ? രക്തധമനികൾ, ഞരമ്പ് എന്നൊക്കെ പറയാം. തൊറാസിസ് അറിയാലോ? തൊറാസിസ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മിസ്. തൊറാസിസ് ചെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ളത്. ഇനി എന്താണ് ഗ്യാസ്ട്രോ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, GICU? ഗ്യാസ്ട്രോ അറിയാലോ? ഗ്യാസ്ട്രോ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഗ്യാസ്ട്രോ വയറുമായിട്ട് കേട്ടോ. ഓക്കെ, അബ്ഡോമൻ. ഇനി എന്താണ് മെഡിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, MICU? ഇനി എന്താണ് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? അതെന്തായിരിക്കും? നിയോനാറ്റൽ ബേബീസ് അല്ല? ഇപ്പൊ എന്താണ് മാസം തികയാതെയൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ബേബികൾ എന്ത് ചെയ്യുന്നുണ്ട്? ICUവിൽ കെയർ ചെയ്യാറുണ്ട്. അതാണ് നിയോനാറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ബേബീസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ICUവിൽ കിടത്തി ചികിത്സിക്കാറുണ്ട്. ഓക്കെ. ന്യൂറോ ഇന്റൻസീവ് കെയർ യൂണിറ്റ് അറിയാലോ? ന്യൂറോ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ന്യൂറോ ഞരമ്പ് അല്ലെ? നാഡി. ഓക്കെ. ഇനി എന്താണ് പീഡിയാട്രിക് ഇന്റൻസീവ് കെയർ യൂണിറ്റ്? പീഡിയാട്രിക് അറിയാലോ? ഫെമിലിയർ ആയിരിക്കും, കുട്ടികളുമായിട്ട് കേട്ടോ. ഇനി എന്താണ് സർജിക്കൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? സർജറിയുമായിട്ട് ബന്ധപ്പെട്ടത്. ട്രോമ ഇന്റൻസീവ് കെയർ യൂണിറ്റ്? ട്രോമ എന്താണ്? ആഘാതം, വലിയ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനെ അവിടെ കിടത്തി ചികിത്സിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ല? ഇത്രയും ഒന്ന് വായിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ എക്സ്പാൻഡഡ് നെയിം അറിഞ്ഞു വെക്കണം കേട്ടോ. ഇനി എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓൺ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ? ICUവിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്പൺ യൂണിറ്റും ക്ലോസ് യൂണിറ്റും. ഏതൊക്കെയാണ്? ഓപ്പൺ യൂണിറ്റും ക്ലോസ് യൂണിറ്റും. എന്താണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല്? ഫിസിഷ്യൻ ആരായിരിക്കാം? അറിയോ ഫിസിഷ്യൻ ആരാണ്? ഡോക്ടറാണ് അല്ലെ? ഡോക്ടറാണ്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവാം? സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർ ആയിരിക്കോ? ജനറൽ ഡോക്ടർ അല്ലെ? ഇന്ന ഇപ്പൊ പീഡിയാട്രിക്, ന്യൂറോ, ഓർത്തോ അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ അല്ല ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകളെയാണ് നമ്മള് ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകളെയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫിസിഷ്യൻ എന്ന് പറയുന്നത് ജനറൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റുകളായിരിക്കും. ഓക്കെ, അവര് ഇന്ന സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ജനറൽ ആയിട്ട് എല്ലാവരെയും നോക്കുന്ന ഡോക്ടേഴ്സിനെയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. ഇനി ഇന്റൻസിവിസ്റ്റുകൾ ആരായിരിക്കും? അറിയോ? ഇന്റൻസിവിസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഇന്റൻസിവിസ്റ്റ് അറിയില്ല? ആർക്കും അറിയില്ല? ICUവിലെ ഡോക്ടറാണ് കേട്ടോ.
ICU തീവ്ര പരിചരണത്തിന് സ്പെഷ്യലൈസേഷൻ കൊടുത്ത് പഠിച്ചിരിക്കുന്ന ആ ഡോക്ടേഴ്സിനെയാണ് ഇന്റൻസീവിസ്റ്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. ICUയിലുള്ള ഡോക്ടേഴ്സിനെയാണ് ഇന്റൻസീവിസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ICUയിൽ തീവ്ര പരിശോധന വിഭാഗമാണ് അല്ലെ. എമർജൻസി ആയിട്ട് നമ്മൾ രോഗികളെ ചികിത്സിക്കുന്ന അല്ലെ, തീവ്ര പരിശോധന അല്ലെങ്കിൽ തീവ്രമായിട്ട് പരിചരണം നടത്തുന്ന രോഗികളായിരിക്കും ICUയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യലൈസേഷൻ നടത്തിയിരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് ഇന്റൻസീവിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇന്റൻസീവിസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. Open unit. All attending physician may admitted and care of for patients. എന്താണ് പറയുന്നത് ഇവിടെ? ഫിസിഷ്യൻ ആണ് ഓപ്പൺ യൂണിറ്റില് എല്ലാ രോഗികളെയും പരിചരിക്കുന്നത്. എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഉള്ളത് ഫിസിഷ്യൻ ആണ് എന്നാണ് പറയുന്നത്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ആയിട്ട് മെഡിസിനിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിനെയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ICU രണ്ട് തരത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഓപ്പൺ യൂണിറ്റ് ഉണ്ട്, ക്ലോസ് യൂണിറ്റ് ഉണ്ട്. അപ്പൊ ഓപ്പൺ യൂണിറ്റ് ICUയില് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും അതുപോലെ എന്താണ് കെയർ ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും ആരായിരിക്കും? മെയിൻ ഡ്യൂട്ടി ആരായിരിക്കും? ഫിസിഷ്യൻ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഓപ്പൺ യൂണിറ്റില് എല്ലാ രോഗികളെയും ചികിത്സിക്കുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതും ഓപ്പൺ യൂണിറ്റ് ICU. ഓക്കെ, അതിൽ ചികിത്സിക്കുന്നത് ആരെയായിരിക്കും? ആർക്കായിരിക്കും മെയിൻ ഡ്യൂട്ടി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്നത്? ഫിസിഷ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. Triage decision falls on the director of ICU when there is bed or staff shortage. എന്താണ്? ഇപ്പോ ഇന്റൻസീവിസ്റ്റ് ഉണ്ടാവും ഓപ്പൺ യൂണിറ്റില്. എന്നിരുന്നാൽ കൂടിയും മെയിൻ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടീസ് പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതും അതുപോലെ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നതും ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? മെയിൻ ആയിട്ടുള്ള ഓപ്പൺ യൂണിറ്റില് മെയിൻ ആയിട്ടുള്ള ആളാണ് ഫിസിഷ്യൻ. ഇന്റൻസീവിസ്റ്റുകൾ എന്തായിരിക്കും? ചിലപ്പോൾ ബെഡിന്റെ ഷോർട്ടേജ് അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഷോർട്ടേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ഈ ഇന്റൻസീവിസ്റ്റുകൾ അവിടെ ഉണ്ടായിരിക്കുക. പക്ഷെ മെയിൻ റോള് ഓപ്പൺ യൂണിറ്റില് മെയിൻ റോള് വഹിക്കുന്നത് ആരായിരിക്കും? ഫിസിഷ്യൻ ആയിരിക്കും. ക്ലിയർ ആയോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ ലാസ്റ്റ് നോക്കാം. The major drawback of this concept is that this physician might not have received specialized training for managing critically ill patients is the major drawback of the concept. ഓപ്പൺ യൂണിറ്റിന്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫിസിഷ്യൻ ആണല്ലേ അവിടെ രോഗികളെ ശുശ്രൂഷിക്കുന്നത്. അപ്പൊ എന്താണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? ജനറൽ ആയിട്ട് സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആണ് ഫിസിഷ്യൻ എന്ന് പറഞ്ഞാല്. അപ്പോ അവിടുത്തെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് എന്താണ്? ഫിസിഷ്യൻ ആണ് രോഗികളെ ശുശ്രൂഷിക്കുന്നത് എന്നാണ്. അവർക്ക് എന്താണ്? അവര് ICUയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഫിസിഷ്യൻസ് ആണ് അവിടുത്തെ രോഗികളെ ശുശ്രൂഷിക്കുന്നത് എന്നുള്ളതാണ്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓപ്പൺ യൂണിറ്റ് മനസ്സിലായോ എന്താണെന്നുള്ളത്? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി എന്താണ് ക്ലോസ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. The director or associate are accountable for all admissions and discharge. അവിടെ എന്താണ്? ക്ലോസ് യൂണിറ്റിൽ എന്താണ്? ഡയറക്ടർ ഓർ അസോസിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയായിരിക്കും? ഗസ് ചെയ്യാൻ പറ്റോ? ക്ലോസ് യൂണിറ്റിലെ ഡയറക്ടർ, ICUവിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തി ആരായിരിക്കും? ആരായിരിക്കും ക്ലോസ് യൂണിറ്റില്? മിസ് ചെയ്യാൻ പറ്റോ ആർക്കെങ്കിലും? ഇന്റൻസീവിസ്റ്റുകളായിരിക്കും അല്ലെ. ക്ലോസ് യൂണിറ്റില് രോഗികളെ പരിചരിക്കുന്നത്, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി, ഫുൾ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും?
ഇന്റൻസിവിസ്റ്റുകൾക്കായിരിക്കും. ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? തീവ്ര പരിചരണത്തില് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ഇന്റൻസിവിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലോസ് യൂണിറ്റില് മെയിൻ ആയിട്ട് റോൾ വഹിക്കുന്നത് ആരാണ്? ഇന്റൻസിവിസ്റ്റുകളാണ്. Once the patient is admitted and the unit can take case of it by collaborating with admitting him for efficient patient care. എന്താണ്? ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയി അവർക്ക് നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് ആരുമായിട്ട് കൂടിയിട്ടാണ്? രണ്ടുപേരും, ഫിസിഷ്യനും ഉണ്ടാവും ഇന്റൻസിവിസ്റ്റുകളും രണ്ടുപേരും ചേർന്നിട്ടായിരിക്കും ഈ ക്ലോസ് യൂണിറ്റില് രോഗികളെ കെയർ നൽകുന്നത്. അതാണ് ക്ലോസ് യൂണിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി എന്താണ്? ക്ലോസ് യൂണിറ്റ് മേ ബി ഹെൽപ്ഫുൾ ഫോർ ഫോളോയിങ് റീസൺസ്. ക്ലോസ് യൂണിറ്റിന്റെ എന്താണ്? ക്ലോസ് യൂണിറ്റ് ആണ് ഓപ്പൺ യൂണിറ്റിനേക്കാളും ബെറ്റർ അല്ലെ? അപ്പോ എന്താണ് അങ്ങനെ ബെറ്റർ ആവാൻ കാരണം എന്താണ്? ഇന്റൻസിവിസ്റ്റുകളാണ് അവിടെ രോഗികളെ ട്രീറ്റ് ചെയ്യുന്നത്, മെയിൻ റോൾ വഹിക്കുന്നത്. അല്ലെങ്കിൽ മെയിൻ എന്താണ് ഡയറക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഇന്റൻസിവിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ യൂണിറ്റിനെക്കാട്ടും ബെറ്റർ ആയിട്ട് ക്ലോസ് യൂണിറ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഇത് റീസൺസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? മോർ ടൈംലി പേഷ്യന്റ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനിഷ്യേഷൻ. എന്താണ് പറയുന്നത്? കുറെ കൂടി എന്താണ് രോഗികളെ മോർ ടൈം അല്ലെ, കുറെ നേരം രോഗികളെ ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് ട്രീറ്റ്മെന്റ് നൽകാനും സാധിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇന്റൻസിവിസ്റ്റ് ആർ സ്പെഷ്യലി സ്കിൽഡ് ഇൻ ട്രീറ്റിംഗ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ് അല്ലെ, എല്ലായിട്ടുള്ള അല്ലെങ്കിൽ രോഗബാധിതർ, മുറിവേറ്റ പേഷ്യൻസിനെയാണ് ഐസിയിലോട്ട് കൊണ്ടുവരുന്നത്. അവിടെ ചികിത്സിക്കുന്നത് ആരായിരിക്കും? ഇന്റൻസിവിസ്റ്റുകളായിരിക്കും. ഈ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യലി സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോ നമ്മുടെ വേൾഡിൽ തന്നെ ഐസിയു എന്താണ്? ക്ലോസ്ഡ് യൂണിറ്റ് ഐസിയു ആണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. വേൾഡിലുള്ള ഐസിയു എന്ന് പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ ഐസിയു എന്ന് പറഞ്ഞത് എന്താണ്? ക്ലോസ് യൂണിറ്റ് ഐസിയു ആയിരിക്കും. അവിടെ എന്താണ്? ഇന്റൻസിവിസ്റ്റുകളായിരിക്കും. തീവ്ര പരിചരണത്തിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും അവിടെ ഡയറക്ടർ ആയിട്ട് അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ട് ഇതായിരിക്കുന്നത്. വേറെ ക്ലോസ് യൂണിറ്റും ഓപ്പൺ യൂണിറ്റും ബെറ്റർ ഏതാണോ? ഓപ്പൺ യൂണിറ്റ് ആണ് അല്ലെങ്കിൽ ക്ലോസ് യൂണിറ്റ് ആണോ ബെറ്റർ? ആരായിരിക്കും ബെറ്റർ? ക്ലോസ് യൂണിറ്റ്. ക്ലിയർ ആയില്ലേ? ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. ക്ലോസ് യൂണിറ്റും ഓപ്പൺ യൂണിറ്റും ഒന്ന് വായിച്ചു നോക്ക്. എന്താ നമ്മളെ പറയേണ്ടത്? ക്ലോസ് യൂണിറ്റ് ആണോ പറയേണ്ടത്? ക്ലോസ് യൂണിറ്റ് എന്ന് പറഞ്ഞത് എന്താണ്? നമ്മള് അവിടെ ഡയറക്ടർ അല്ലെങ്കിൽ അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് ആരായിരിക്കാം? ഇന്റൻസിവിസ്റ്റുകളായിരിക്കാം. ഈ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞത് എന്താണ്? ഐസിയുവില് സ്പെഷ്യലൈസ് അല്ലെ, ഐസിയുവിലെ പരിചരണത്തിന് അല്ലെങ്കിൽ തീവ്ര പരിചരണത്തിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറഞ്ഞാല്. അപ്പോ അവിടെ ക്ലോസ് യൂണിറ്റിൽ ഡയറക്ടർ ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും രോഗികളെ ശുശ്രൂഷിക്കുന്നതും അതുപോലെ ഡിസ്ചാർജ് ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ഇതായിരിക്കുന്നത് ആർക്കാണ്? ഇന്റൻസിവിസ്റ്റുകൾക്കായിരിക്കും. പിന്നെ എന്താണ്? രോഗിയെ പരിചരിക്കുമ്പോൾ ഫിസിഷ്യനും ഇന്റൻസിവിസ്റ്റും കൂടി ചേർന്നിട്ടാണ് അവിടെ രോഗിയെ ശുശ്രൂഷിക്കുന്നത്. പിന്നെ ക്ലോസ് യൂണിറ്റ് എന്താണ് ബെറ്റർ ആവാനായിട്ടുള്ള കാരണങ്ങളാണ് താഴെ രണ്ടെണ്ണമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? മോർ ടൈംലി പേഷ്യൻസ് ഇവാലുവേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഇനീഷ്യേഷൻ. എന്താണ്? കൂടുതൽ നേരം രോഗിയെ ഇവാലുവേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് നൽകാനും സാധിക്കുന്നുണ്ട്. അതുപോലെ ഇന്റൻസിവിസ്റ്റുകളാണ് അവിടെ രോഗികളെ പരിചരിക്കുന്നത്. സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും ഇന്റൻസിവിസ്റ്റുകൾ. അപ്പൊ അവിടെ രോഗികളെ പരിചരിക്കുന്നത് ആരാണ്? ഇന്റൻസിവിസ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ ഓപ്പൺ യൂണിറ്റിനെക്കാട്ടും ക്ലോസ് യൂണിറ്റ് ആണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് നൽകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓപ്പൺ യൂണിറ്റില് എന്താണ്? ഫിസിഷ്യൻ ആയിരിക്കും ഐസിയുവിലെ പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ഓപ്പൺ യൂണിറ്റ് ക്ലോസ് യൂണിറ്റിനെക്കാട്ടും ലോ ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓപ്പൺ യൂണിറ്റിൽ എന്താണ്? ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ, എല്ലാവരെയും ചെക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിരിക്കും ഐസിയു ഉണ്ടായിരിക്കുന്നത്.
പറയുന്നത്. അപ്പൊ നല്ല രീതിയിൽ ശുശ്രൂഷിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ ക്ലോസ് യൂണിറ്റിലുള്ളത് എങ്ങനെയാണ്? ഇന്റൻസിവിസ്റ്റുകൾ. അതിനു വേണ്ടി തീവ്ര പരിചരണത്തിന് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ക്ലോസ് യൂണിറ്റിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്പൺ യൂണിറ്റിനെ കാട്ടി ബെറ്റർ ക്ലോസ് യൂണിറ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? വായിച്ചു നോക്കട്ടോ. ക്ലിയർ ആയില്ലേ? ഓക്കെ, ജസ്റ്റ് സ്റ്റാഫിംഗ് കൂടി പറഞ്ഞിട്ട് മിസ് പോവാട്ടോ. സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നോക്കാം. ഏതൊക്കെ സ്റ്റാഫുകളാണ് ഐസിയുവില് ഉള്ളത്? ഫസ്റ്റ് എന്താണ്? മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ട്. അതുപോലെ എന്താണ്? റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ ഉണ്ട് അല്ലെ. റെസ്പിറേറ്ററി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മള് പഠിച്ചിട്ടുണ്ടല്ലോ. റെസ്പിറേറ്ററി ചെസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന തെറാപ്പിസ്റ്റുകള്. പിന്നെ എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ട്. ഓക്സിലറി പേഴ്സണൽ അല്ലെ. എന്താണ്? അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾക്ക് സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ടിങ് വർക്കേഴ്സ് ആയിരിക്കും ഓക്സിലറി പേഴ്സണൽസ് എന്ന് പറഞ്ഞാല്. ഫസ്റ്റ് നോക്കാം, മെഡിക്കൽ സ്റ്റാഫ് അല്ലെ. ഫസ്റ്റ് എന്താണ് മെഡിക്കൽ സ്റ്റാഫില്? ICU ഇൻചാർജ് ഓർ ഇന്റൻസിവിസ്റ്റുകൾ അല്ലെ. ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻചാർജ്. ICUവിലെ ഇൻചാർജ് ആർക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത്? ഇന്റൻസിവിസ്റ്റുകൾ അല്ലെ. അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻചാർജ് ആർക്കായിരിക്കും? ഇന്റൻസിവിസ്റ്റുകൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ റെസിഡന്റ് ഡോക്ടേഴ്സ്, സീനിയർ ജൂനിയർ. റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് MBBS കഴിഞ്ഞു, അതിന്റെ PG ചെയ്തു അല്ലെ. സ്പെഷ്യലൈസ് ചെയ്തിട്ട് PG എടുത്തു. അതിനുശേഷം 3 വർഷം അവർക്ക് എന്താണ്? ഒരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? MBBS കഴിഞ്ഞു, PG എടുത്തു. ആഫ്റ്റർ 3 years എന്തായിരിക്കും? ഒരു ട്രെയിനിങ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 3 വർഷം അവര് ട്രെയിനിങ് സർവീസ് നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെയാണ് റെസിഡന്റ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സീനിയർ ഡോക്ടേഴ്സ് ഉണ്ടാവും, ജൂനിയർ ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫുകളായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇനി എന്താണ്? സെക്കൻഡ് നോക്കാം. എന്താണ്? റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ആൻ ICU ടീം അല്ലെ. ചെസ്റ്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് രോഗികൾ വരികയാണെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് എന്താണ്? റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ ഉണ്ടാകും. അത് എന്താണ്? ഒരു ഒഴിച്ചുകൂടാനാവാത്ത എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ICU ടീമാണ്. ഇനി എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകൾ അല്ലെ. ആരൊക്കെയാണ് നഴ്സിംഗ് സ്റ്റാഫുകൾ? highly trained and of above average competence അല്ലെ. highly trained ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും. എബവ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിവുകൾ അല്ലെ. എന്താണ്? ആവറേജ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിവ്. അപ്പൊ എന്താണ്? ആവറേജ് കഴിവുകൾ ഉള്ളവരും അതുപോലെ ഹൈലി ട്രെയിൻഡ് പേഴ്സൺസും ആയിരിക്കും നഴ്സിംഗ് സ്റ്റാഫുകള്. എന്താണ്? റെക്കമെൻഡഡ് നഴ്സിംഗ് പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ICUവിലെ പേഷ്യന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കാം? ഒരു രോഗിക്ക് ഒരു നഴ്സ് എന്ന പ്രപ്പോർഷൻ ആയിരിക്കാം. റേഷ്യോ ആണ് പറയുന്നത്. ഒരു രോഗിക്ക് ഒരു നഴ്സ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം? ഒരു രോഗിക്ക് 2 നഴ്സ്. ക്ലിയർ ആയോ? അതിന് പ്രപ്പോർഷൻ ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന്റെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ആ നഴ്സിംഗിന്റെ ട്രീറ്റ്മെന്റിന്റെ ആ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? ഒരു രോഗിക്ക് ഒരു നഴ്സ് എന്ന നിലയിലായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കാം? ഒരു രോഗിക്ക് 2 നഴ്സ് എന്ന പ്രപ്പോർഷനായിരിക്കാം. ക്ലിയർ ആയോ? നഴ്സിംഗ് സ്റ്റാഫ് പ്രപ്പോർഷൻ ഒക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ? മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണല്ലോ അതൊക്കെ. ഇനി എന്താണ്? ഓക്സിലറി പേഴ്സണൽസ് അല്ലെ. എന്താണ്? സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവാം ICUവിൽ. ഏതൊക്കെയാണ്? ICU ടെക്നീഷ്യൻസ് ഉണ്ടാവാം. അതുപോലെ നേഴ്സിംഗ് എയ്ഡ്സ്, എന്താണ്? വാർഡ് ബോയ്, ഫീമെയിൽ അസിസ്റ്റന്റ്, എന്താണ്? പിന്നെ
ആൻഡ് സ്വീപ്പേഴ്സ്. വാർഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? വാർഡ് ബോയ്സ് അസിസ്റ്റന്റ് തന്നെയായിരിക്കാം. വാർഡ് അസിസ്റ്റന്റ്മാരാണ് വാർഡ് ബോയ്സ് എന്ന് പറയുന്നത്. വാർഡ് ബോയ്സിനെ പറയുന്നത് എന്താണ്? വാർഡ് അസിസ്റ്റന്റ് എന്നും കൂടി പറയുന്നുണ്ട്. അവരെന്താണ്? ബെഡുകളെ കവർ ഷിഫ്റ്റ് ചെയ്യുക, ബെഡുകള് ഷിഫ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെയാണ് വാർഡ് ബോയ്സ് പറയുന്നത്. പിന്നെ എന്താണ്? ഫീമെയിൽ അറ്റൻഡന്റ്. ഫീമെയിൽ അറ്റൻഡന്റ് അവരുടെ ഡ്യൂട്ടി എന്തൊക്കെയായിരിക്കാം? രോഗികളെ കുളിപ്പിക്കുക, അല്ലെ? കുളിപ്പിക്കുന്നത്, അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള സ്റ്റാഫുകളെയാണ് ഫീമെയിൽ അറ്റൻഡന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ സ്വീപ്പേഴ്സ് അറിയാലോ, അടിച്ചുതൂപ്പുകാരികൾ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്വീപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആണ് ഓക്സിലറി പേഴ്സണൽസിൽ വരുന്നത്. ഇനി സ്റ്റാഫിംഗിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, അതുപോലെ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റുകൾ, അല്ലെ? ബ്രീത്തിങ് പേഷ്യൻസിനെ ചെയ്യുന്നത് തെറാപ്പി ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അവരെയാണ് റെസ്പിറേറ്ററി സ്പെഷ്യൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? നഴ്സിംഗ് സ്റ്റാഫുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്? അവരെ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള പേഴ്സണൽസും ഉണ്ടാവും. അതാണ് ഓക്സിലറി പേഴ്സണൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും ഭാഗങ്ങള്? ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും വരുമ്പോ അടുത്ത ആഴ്ച പഠിച്ചിട്ട് വരണം കേട്ടാ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, താങ്ക് യു.